ഇന്നത്തെ ചില്ലാട്ടം പശ്ചിമഘട്ടത്തിൻ്റെ പച്ചപ്പിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന പറമ്പിക്കുളത്തേക്കാണ്. വെൽക്കം ടു ചില്ലാട്ടം വ്ലോഗ്സ്. രാവിലെ കൃത്യം 5 മണി. ഉറങ്ങിക്കിടക്കുന്ന കൊച്ചിയുടെ നമ്മുടെ സ്വന്തം കലൂർ ഇനിയും ഉണർന്നിട്ടില്ല. പക്ഷേ ഇന്നത്തെ യാത്ര നേരത്തെ തന്നെ തുടങ്ങുകയാണ്. ബസ് കൃത്യം 5 മണിക്ക് കലൂർ സ്റ്റേഡിയത്തിൻ്റെ അവിടെ എത്തി. നഗരം പതിയെ പിന്നിലാക്കി ഹൈവേയിലേക്ക് കയറുമ്പോൾ റോഡിൽ വാഹനങ്ങൾ കുറവ്. ആകാശത്ത് ഇരുട്ടിൻ്റെ അവസാന നിമിഷങ്ങൾ. മുന്നിൽ നീണ്ടുകിടക്കുന്ന റോഡ്. പിന്നെ മനസ്സിൽ ഒരേ ഒരു ലക്ഷ്യം, പറമ്പിക്കുളം. ഇന്നത്തെ യാത്രയ്ക്ക് ഒരു പ്രത്യേകത കൂടിയുണ്ട്. കേരളത്തിലൂടെ നേരെ പോകുന്ന വഴിയല്ല. കുതിരാൻ തുരങ്കങ്ങളും മലനിരകളും പിന്നിട്ട് പാലക്കാട് ഭാഗത്തേക്ക്, അവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടന്ന് ടോപ്പ് സ്ലിപ്പ് വഴി വീണ്ടും കേരളത്തിൻ്റെ വനഭൂമിയിലേക്ക്. കുതിരാൻ കടക്കുമ്പോഴുള്ള ഈ സൺറൈസ് വ്യൂ യാത്രയ്ക്ക് ഒരു എക്സ്ട്രാ ചില്ലാട്ടം തന്നെ. ടോൾ പ്ലാസയും കടന്നതോടെ ഇനി ഒരു ചെറിയ ബ്രേക്ക് വേണം. അതുകൊണ്ട് അടുത്ത ലക്ഷ്യം ബ്രേക്ക്ഫാസ്റ്റ്. യാത്രക്കിടയിലെ പ്രഭാത ഭക്ഷണത്തിനൊരു പ്രത്യേക രുചിയുണ്ട്. പുലർച്ചെയുള്ള തണുപ്പും ദീർഘയാത്രയുടെ ആവേശവും മുന്നിൽ കാത്തിരിക്കുന്ന പറമ്പിക്കുളത്തിൻ്റെ കാഴ്ചകളുമൊക്കെ മനസ്സിൽ വെച്ച് ഒരു നല്ല പ്രഭാത ഭക്ഷണം കഴിച്ച് വീണ്ടും യാത്ര തുടരാം. യാത്ര നെന്മാറ കൊല്ലങ്കോട് വഴി. കൊല്ലങ്കോടിൻ്റെ പാടശേഖരങ്ങൾക്ക് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. നെൽവയലുകൾക്ക് പിന്നിൽ പശ്ചിമഘട്ടത്തിൻ്റെ മലനിരകൾ പശ്ചാത്തലമായി നിൽക്കുന്നതാണ് കൊല്ലങ്കോട് പാടങ്ങളുടെ ഏറ്റവും മനോഹരമായ പ്രത്യേകത. കേരളത്തിൻ്റെ റോഡുകൾ പിന്നിട്ട് പതിയെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് കടക്കുകയാണ്. അതിർത്തി കടന്നതോടെ തന്നെ കാഴ്ചകളിലും ചെറിയ മാറ്റം കാണാം. റോഡിൻ്റെ ഇരുവശത്തും വിശാലമായ കൃഷിയിടങ്ങൾ, തുറന്നു കിടക്കുന്ന ഗ്രാമപ്രദേശങ്ങൾ. പിന്നെ ഏറ്റവും ശ്രദ്ധേയമായി കാണുന്നത് റോഡിനിരുവശവും നിരനിരയായി നിൽക്കുന്ന പഴയ പുളിമരങ്ങൾ. കേരളത്തിൻ്റെ പച്ചപ്പിൽ നിന്ന് തമിഴ്നാടിൻ്റെ വിശാലമായ കൃഷിയിടത്തിലേക്കുള്ള ഈ മാറ്റം തന്നെയാണ് ഇന്നത്തെ യാത്രയുടെ മറ്റൊരു പ്രത്യേകത. ഇത് മുന്നിൽ കാണുന്നത് സേതുമടൈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ്. തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നിയന്ത്രണത്തിലുള്ള ഈ ചെക്ക് പോസ്റ്റ് പൊള്ളാച്ചി ഫോറസ്റ്റ് റേഞ്ചിലാണ്. കൂടാതെ ആനമലൈ ടൈഗർ റിസർവിൻ്റെ പ്രധാന പ്രവേശന കവാടങ്ങളിൽ ഒന്നുമാണ്. ഈ മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വന്യജീവികളിൽ ഒന്ന് കാട്ടാനയാണ്. ആനമലൈ പറമ്പിക്കുളം ലാൻഡ്സ്കേപ്പ് ഒരു പ്രധാന എലിഫൻ്റ് ഹാബിറ്റാറ്റാണ്. കൂടാതെ ഗൗർ, മ്ലാവ്, സാമ്പാർ ഡിയർ, പുള്ളിമാൻ, കേഴമാൻ, ബാർക്കിംഗ് ഡിയർ, കാട്ടുപന്നി, കാട്ടുനായ, പുലി, ചെന്നായ്പുലി, ലെപ്പേർഡ്, കരടി, നീലഗിരി ലങ്കൂർ, സിംഹവാലൻ കുരങ്ങ് പോലുള്ള അപൂർവ കുരങ്ങ് വർഗ്ഗങ്ങൾ ഉൾപ്പെടെയുള്ള വന്യജീവികളുടെ വിഹര കേന്ദ്രമാണ് പറമ്പിക്കുളം. ഇപ്പോൾ നാം എത്തിയിരിക്കുന്നതാണ് ടോപ്പ് സ്ലിപ്പ്. തമിഴ്നാടിൻ്റെ ഭാഗമാണ് ഈ പ്രദേശം. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഈ കാടുകളിൽ ധാരാളമായി ഉണ്ടായിരുന്ന തേക്ക്, ഈട്ടി എന്നിവയുടെ ഉയർന്ന വാണിജ്യ മൂല്യം ഇവയെ അനിയന്ത്രിതമായി കടത്താൻ കാരണമായി. വലിയ മരത്തടികൾ മലഞ്ചെരുവിലൂടെ താഴേക്ക് ഉരുട്ടിവിടുകയും പിന്നീട് അവയെ നദികളിലൂടെയും മറ്റു മാർഗങ്ങളിലൂടെയും കൊണ്ടുപോവുകയും ചെയ്തു. ഇങ്ങനെ വുഡ് സ്ലിപ്പ് ചെയ്യുന്ന ഉയർന്ന സ്ഥലമായതിനാൽ ഈ സ്ഥലം ടോപ്പ് സ്ലിപ്പ് എന്നറിയപ്പെട്ടു. തമിഴ്നാടിൻ്റെ ഭാഗമായ ടോപ്പ് സ്ലിപ്പ് പിന്നിട്ട് നമ്മൾ കേരള അതിർത്തിയിലേക്ക് എത്തി. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കാടിൻ്റെ ഹൃദയത്തിലേക്ക്, പറമ്പിക്കുളം. പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ കേരളത്തിലെ നെല്ലിയാമ്പതി മലനിരകൾക്കും തമിഴ്നാട്ടിലെ ആനമലൈ മലനിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ വനപ്രദേശമാണ്. 1973 ഇവിടെ വന്യജീവി സങ്കേതം രൂപീകരിക്കപ്പെട്ടു. പിന്നീട് 2009 പറമ്പിക്കുളം ടൈഗർ റിസർവായി പ്രഖ്യാപിച്ചു. ഇന്നത്തെ ടൈഗർ റിസർവിൻ്റെ ആകെ വിസ്തീർണം 643.66 ചതുരശ്ര കിലോമീറ്ററാണ്. ഞങ്ങള് ചില്ലാട്ടം നോക്ക് ഞങ്ങളുണ്ടോന്ന്. തീർച്ചയായും നിങ്ങളെല്ലാം ഉണ്ട്. ഇത്രയും ദൂരം യാത്ര ചെയ്തതിൻ്റെ യഥാർത്ഥ ആവേശം ഇനി തുടങ്ങുകയാണ്. 3.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഈ സഫാരിയിൽ തുണക്കടവ് ഡാം, കന്നിമര തേക്ക്, ഡാം വ്യൂ പോയിൻ്റ്, വാല്യൂ വ്യൂ പോയിൻ്റ്, പറമ്പിക്കുളം ടൗണും പറമ്പിക്കുളം ഡാമും കണ്ട് നമ്മൾ തിരിച്ചു വരും. കാടിൻ്റെ ഉള്ളിലേക്ക് ഫോറസ്റ്റിൻ്റെ ബസ്സിൽ ഒരു സഫാരിക്ക് ഇറങ്ങുകയാണ്. ഫോറസ്റ്റിൻ്റെ ബസ് കൂടാതെ നമ്മുടെ KSRTCയും തമിഴ്നാട് RTCയുടെയും ചില സർവീസുകൾ ഉണ്ട്. കൂടാതെ പ്രൈവറ്റ് വാഹനത്തിൽ വരുന്നവർക്ക് പെർമിഷൻ എടുത്ത് ഗൈഡിൻ്റെ സഹായത്തോടെയും യാത്ര ചെയ്യാം. കാടിൻ്റെ ഉള്ളിലേക്കുള്ള സഫാരിയിൽ റോഡിനോട് ചേർന്ന് നമുക്ക് ആദ്യം കാണുന്നത് മാനുകളെയായിരിക്കും. ഞങ്ങൾക്കും അങ്ങനെ തന്നെ. മനുഷ്യ സാമീപ്യമുള്ളതിനാൽ ഇരപിടിയന്മാരായ മൃഗങ്ങൾ ഇങ്ങോട്ട് വരികയില്ല
എന്നുള്ള ഒരു ധാരണയാണ് ഇതിന് കാരണം. ഇപ്പോൾ നമ്മുടെ പറമ്പിക്കുളം സഫാരി എത്തി നിൽക്കുന്നത് തുണക്കടവ് ഡാമിന് സമീപമാണ്. ചുറ്റും ഇടതൂർന്ന കാട്, അതിനിടയിൽ ശാന്തമായി പരന്നു കിടക്കുന്ന ഈ വലിയ ജലാശയം, ഇതാണ് തുണക്കടവ് ഡാം. കാണുമ്പോൾ പ്രകൃതിയുടെ ഒരു മനോഹര കാഴ്ചയായി തോന്നാമെങ്കിലും ഇതിന് പിന്നിൽ വലിയൊരു എഞ്ചിനീയറിംഗ് ഹിസ്റ്ററി കൂടിയുണ്ട്. 1965 പൂർത്തിയായ തുണക്കടവ് ഡാം പറമ്പിക്കുളം അളിയാർ പദ്ധതിയിലെ ഒരു പ്രധാന ബാലൻസിംഗ് റിസർവോയറാണ്. ഒരു വശത്ത് ജലാശയം, മറുവശത്ത് കാട്, വെള്ളത്തിൽ മലനിരകളുടെ പ്രതിഫലനം, കാറ്റിൽ മരങ്ങളുടെ ശബ്ദം, ചുറ്റുമുള്ള വനത്തിൻ്റെ നിശബ്ദത. ഈ മനോഹരമായ പറമ്പിക്കുളത്തിൻ്റെ പ്രകൃതിയിൽ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ. ഇവിടെ ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനുമൊക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. കാടിൻ്റെ നിശബ്ദതയിൽ ചെറിയൊരു ഫോറസ്റ്റ് വാക്കും അല്പം റിലാക്സേഷനും. തുടർന്ന് സഫാരി കന്നിമര പോയിന്റിലേക്ക്. അടുത്തത് കന്നിമര തേക്ക്, പറമ്പിക്കുളത്തിൻ്റെ ജീവിക്കുന്ന പൈതൃകം. പറമ്പിക്കുളം യാത്രയിൽ കന്നിമരത്തേക്ക് കാണാതെ യാത്ര പൂർത്തിയാകില്ലെന്ന് തന്നെ പറയാം. ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളതും വലിപ്പമേറിയതുമായ സ്വാഭാവിക തേക്കുമരങ്ങളിൽ ഒന്നാണ് ഇത്. ഔദ്യോഗിക കേരള ടൂറിസം വിവരമനുസരിച്ച് മരത്തിന് 450 വർഷത്തിലധികം പഴക്കം, ഏകദേശം 156 അടി ഉയരം, ഏകദേശം 21.5 അടി ചുറ്റളവ് എന്നിവ കണക്കാക്കപ്പെടുന്നു. പറമ്പിക്കുളത്തിൻ്റെ തേക്ക് കൊച്ചിൻ സ്റ്റേറ്റ് ട്രാം വഴി വൻതോതിൽ ചാലക്കുടിക്കും അതുവഴി ഇംഗ്ലണ്ടിലേക്കും കടത്തുന്ന കാലത്ത് അതിനെ അതിജീവിച്ച ചരിത്രമരം. നൂറ്റാണ്ടുകളുടെ ചരിത്രം ജീവനോടെ നിൽക്കുന്നിടത്തു നിന്ന് ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. ഡാം വ്യൂ പോയിന്റിൽ ഫോട്ടോ സെക്ഷനായി ഒരു ചെറിയ സ്റ്റോപ്പ്. വാല്യൂ വ്യൂ പോയിന്റ് ഞങ്ങൾ ഇറങ്ങിയില്ല, ബസ്സിലിരുന്ന് തന്നെ മനോഹരമായ ദൃശ്യം കാണുകയായിരുന്നു. ഇത്രയും നേരം കാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള യാത്ര. പക്ഷേ ഇപ്പോൾ നമ്മുടെ സഫാരിയിൽ ഒരു അപ്രതീക്ഷിത കാഴ്ച. ഒരു വന്യജീവിയെ അതിൻ്റെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ വളരെ അടുത്തു നിന്ന് കാണുക, അതൊരു യാത്രക്കാരന് കിട്ടുന്ന വലിയ ഭാഗ്യമാണ്. സഫാരി ഇപ്പോൾ എത്തിയിരിക്കുന്നത് പറമ്പിക്കുളം ടൗണിലാണ്. കാടിനുള്ളിൽ പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്ന ഒരു ചെറിയ മനുഷ്യലോകം. പറമ്പിക്കുളം ടൗണിലെ ഈ പെയിൻറ്റഡ് വെയിറ്റിംഗ് ഷെഡ് കാഴ്ചയ്ക്ക് ഒരു വിസ്മയ ലോകം തീർക്കുന്നു. താവ് 2023 ചിത്രകലാ ക്യാമ്പിനോടനുബന്ധിച്ച് ഇവിടുത്തെ ഊരുകളിലെ 87 കുട്ടികൾ ചേർന്ന് രചിച്ച ചിത്രങ്ങളാണ് ഈ വെയിറ്റിംഗ് ഷെഡിലുള്ളത്. വളരെ മനോഹരമായി ഇപ്പോഴും ഇത് ഇവിടെ പരിചരിച്ചു പോരുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. പറമ്പിക്കുളം ടൗണിൽ ഇവിടെ വനം വകുപ്പ് ജീവനക്കാരും ആദിവാസി സമൂഹങ്ങളും യാത്രക്കാരും എല്ലാം ഈ കാടിൻ്റെ ഭാഗമായാണ് ജീവിക്കുന്നത്. വഴിയരികിൽ കാണുന്ന ചെറിയ കടകൾ മുതൽ ഓരോ കാഴ്ചയ്ക്കും ഈ കാടുമായി ഒരു ബന്ധമുണ്ട്. പറമ്പിക്കുളം ടൈഗർ റിസർവ് ആദിവാസി സമൂഹങ്ങളിൽ കാടാർ, മലസർ, മുതുവൻ, മലമലസർ തുടങ്ങിയ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ജീവിക്കുന്ന സ്ഥലമാണ്. ഇവരുടെ പാരമ്പര്യ അറിവുകളും കാടിനെക്കുറിച്ചുള്ള അനുഭവങ്ങളും ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരിക പൈതൃകത്തിൻ്റെ പ്രധാന ഭാഗമാണ്. ഇപ്പോൾ നാം കാണുന്നത് അക്ഷരം അമ്മ 2003 ടോട്ടൽ ട്രൈബൽ ലിറ്ററസി ഡിക്ലറേഷൻ്റെ സ്മാരകമാണിത്. നാം ഈ കാണുന്ന സ്റ്റേജ് ഇവിടുത്തെ സാംസ്കാരിക ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ചതാണ്. ഇതിന് പിന്നിലുള്ള സ്റ്റേജും ഒരു ചരിത്ര സ്മാരകമാണ്. 1961 ഒക്ടോബർ 7 ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു പറമ്പിക്കുളം അളിയാർ പ്രോജക്റ്റ് ഈ വേദിയിൽ വെച്ചാണ് ഉദ്ഘാടനം ചെയ്തത്. 1961 ഒക്ടോബർ 7 ജവഹർലാൽ നെഹ്റു പറമ്പിക്കുളം അളിയാർ പ്രോജക്റ്റ് ഉദ്ഘാടനം ചെയ്തതിൻ്റെ സ്മാരകമാണ് നാം ഈ മുന്നിൽ കാണുന്നത്. അന്നത്തെ മദ്രാസ് സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്ററായിരുന്ന കെ കാമരാജും കേരളത്തിൻ്റെ ചീഫ് മിനിസ്റ്റർ പട്ടം താണുപിള്ളയും സന്നിഹിതരായിരുന്നു. ജലസേചനവും വൈദ്യുതിയും രാജ്യത്തിൻ്റെ പുരോഗതിക്ക് അത്യന്താപേക്ഷിതമാണെന്ന നെഹ്റുവിയൻ കാഴ്ചപ്പാടാണ് ഈ റിസർവോയർ യാഥാർത്ഥ്യമാകുന്നതിൻ്റെ പിന്നിലെ ശക്തി.
പറമ്പിക്കുളം ഡാമും സന്ദർശിച്ചതിന് ശേഷം ഞങ്ങളുടെ സഫാരി റിട്ടേൺ യാത്രയ്ക്ക് ഒരുങ്ങുകയാണ്. ഒരു കാലത്ത് ബ്രിട്ടീഷുകാർ വൻതോതിൽ തേക്ക്, ഈട്ടി തുടങ്ങിയ വൻമരങ്ങൾ പറമ്പിക്കുളം കാട്ടിൽ നിന്ന് വെട്ടിയെടുത്ത് അതിന് തടയിട്ടത് സ്കോട്ട്ലൻഡുകാരനായ ഹ്യൂഗോ വുഡാണ്. അദ്ദേഹം പോക്കറ്റിൽ തേക്കുവിത്തുകൾ കരുതി നിശ്ചിത അളവിൽ കുഴിച്ചിട്ട് പിന്നീടത് ഔദ്യോഗികമായി വന പുനർവളർത്തലിലേക്കും ഇന്ന് നാം കാണുന്ന തേക്കുമരങ്ങൾ അദ്ദേഹത്തിൻ്റെ കരുതലിൻ്റെ കാരണമാണ്. ഹ്യൂഗോ വുഡിൻ്റെ ശവകുടീരം ഈ കാട്ടിൽ ടോപ്പ് സ്ലിപ്പിനടുത്ത് ഇന്നും സ്ഥിതി ചെയ്യുന്നു. ആദിവാസി കാടുകളിൽ നിന്ന് ബ്രിട്ടീഷ് വനചൂഷണത്തിലേക്ക്, അവിടെ നിന്ന് ഹ്യൂഗോ വുഡിൻ്റെ വന പുനർവളർത്തലിലേക്ക്, തുടർന്ന് നെഹ്റുവിൻ്റെ പറമ്പിക്കുളം അളിയാർ പദ്ധതിയിലേക്ക്, ഒടുവിൽ ടൈഗർ റിസർവിലേക്ക് എത്തിയ ഒരു ചരിത്രമാണ് പറമ്പിക്കുളത്തിന് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് ചില്ലാട്ടം വ്ലോഗ്സ്.